ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡെയിൽ കാർണിഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയത് ഡെയിൽ കാർണിഗിയാണ്. മനുഷ്യരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രശസ്തമായ സ്വയം വികസന പുസ്തകങ്ങളിലൊന്നാണ് ഇത്. വ്യക്തിത്വ വികസനം, ആശയവിനിമയം, മനുഷ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വളരെ ലളിതവും പ്രായോഗികവുമായ ഉപദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും ജയിക്കുന്നതിൻ്റെ രഹസ്യം മനുഷ്യർ തമ്മിലുള്ള ബന്ധം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഒരാൾക്ക് വിജയകരമായ ജീവിതം നയിക്കാൻ അറിവും കഴിവും മാത്രമല്ല, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന കഴിവും ആവശ്യമാണ്. ഇതാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിൻ്റെ മുഖ്യ സന്ദേശം. ഈ പുസ്തകത്തിൽ ആദ്യം പറയുന്നത് മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക എന്നതാണ്. ആരെയും കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോരുത്തരും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിനാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. ഈ പുസ്തകം മറ്റൊരു പ്രധാന കാര്യവും പറയുന്നു. സത്യസന്ധമായ പ്രശംസ. മനുഷ്യർക്കെല്ലാം അംഗീകാരം വേണമെന്ന ആഗ്രഹമുണ്ടാകും. ഒരാളുടെ നല്ല ഗുണങ്ങളെയും പരിശ്രമങ്ങളെയും സത്യസന്ധമായി പ്രശംസിക്കുന്നത് അവരുടെ ഹൃദയം നേടാൻ സഹായിക്കുന്നു. അടുത്തതായി മറ്റുള്ളവരോട് സത്യമായ താല്പര്യം കാണിക്കുക എന്നതാണ്. ആളുകളോട് അവരുടെ ജീവിതം, അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുക. നല്ലൊരു ശ്രോതാവാകുന്നത് നല്ലൊരു സുഹൃത്താകാനുള്ള പ്രധാന ഗുണമാണ്. ഈ പുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു സിദ്ധാന്തം മറ്റുള്ളവരുടെ ദൃഷ്ടികോണിൽ നിന്ന് കാര്യങ്ങൾ കാണുക എന്നതാണ്. നമ്മൾ മാത്രം ശരിയാണെന്ന് കരുതാതെ മറ്റുള്ളവരുടെ നിലപാടും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നു.
പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന ആശയം ചിരിയുടെയും സൗമ്യമായ സമീപനത്തിൻ്റെയും പ്രാധാന്യമാണ്. ഒരു ലളിതമായ ചിരി പോലും മനുഷ്യ ബന്ധങ്ങളെ ശക്തമാക്കാൻ കഴിയും. സൗഹൃദപരമായ സമീപനം ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കും. അവസാനമായി, മറ്റുള്ളവരെ നിർബന്ധിക്കാതെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്ന പ്രധാന പാഠം. ആളുകളെ ബലമായി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അവർക്ക് സ്വയം ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് കൂടുതൽ ഫലപ്രദമായ മാർഗം. അപ്പോൾ ഈ പുസ്തകം മനുഷ്യ ബന്ധങ്ങളുടെ ശക്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിനയം, സഹനം, ശ്രദ്ധയോടെ കേൾക്കുക, സത്യസന്ധമായ പ്രശംസ എന്നിവയാണ് നല്ല സൗഹൃദത്തിൻ്റെയും സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെയും അടിസ്ഥാനം. ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും നേടാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Don't forget to subscribe my channel. Thank you. Have a nice day.